ഹലോ നമസ്കാരം, മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള മിനി റീഡിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെത്ത് കാർഡാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ ഡെത്ത്. എന്താണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 1 ഇപ്പോൾ പറയാനുള്ളത്? Tower, 5 of Wands. Okay, clarify the 5 of Wands. Full of Coins. 8 of Cups. Okay. Underlying energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 of Coins. Okay, കാർഡ്സ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ അടുത്താണ് ആ എൻഡിങ് സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്തൊരു അവസാനമാണ് അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത് പെട്ടെന്നാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല, അതിന് തടയാനായിട്ട് സാധിച്ചില്ല. ആ ഒരു അവസാനം അത് അവസാനിച്ചു പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അത് അവസാനിക്കുക തന്നെയാണ് ഉണ്ടായത്. മാത്രമല്ല, അത് അവസാനിച്ചു പോകുമ്പോൾ അതിനൊരു തരത്തിലും തടയാനോ നിയന്ത്രിക്കാനോ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങോട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു പാതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരണമോ അതിന് വിപരീതമായി നിൽക്കുന്ന ഊർജത്തിലുള്ള ഒരു കാര്യമാണിത്. മനസ്സിലായോ? എനർജറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതായത് നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു എനർജി ഉണ്ട്, നിങ്ങൾ ആയിരിക്കേണ്ട ഒരു എനർജി ഉണ്ട്, നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അതിന് വിപരീതത്തിലുള്ള ഒരു ഊർജത്തിലാണ് ഇപ്പോൾ ഏതാണോ അവസാനിച്ചു പോയത് ആ ഒരു കാര്യം. അതിൽ ചിലപ്പോൾ ഒരു വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, സാഹചര്യം ആയിരിക്കാം. അവിടുത്തെ എനർജിയും നിങ്ങൾ ആയിരിക്കേണ്ട എനർജിയും തമ്മിൽ രണ്ട് ദിശയിൽ നിൽക്കുന്നതാ. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ആ ഒരു ഊർജത്തിൽ നിങ്ങൾ കുറേയും കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ഒരു വളരെ ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ഇരിക്കേണ്ട ഒരാള് ഓട്ടോമാറ്റിക്കലി ഏതൊരു റിയാലിറ്റിയിലാണോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരുടെ എനർജി പതുക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹമായ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും ഒക്കെ ലഭിക്കുന്നതിനും അത് തടസ്സം നിൽക്കും, അതിൽ കാലതാമസം ഉണ്ടാക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം അവസാനിച്ചു പോയത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിനേക്കാൾ നല്ലത് ഇനി എനിക്ക് കിട്ടില്ല, എനിക്ക് അത്രയും നല്ലത് കിട്ടിയതാണ് എന്നിൽ നിന്ന് തട്ടിക്കളഞ്ഞത്, അങ്ങനത്തെ ഒക്കെ തോന്നലുണ്ടാവും. പക്ഷെ അത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ്. ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ്. കാരണം അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയൊരു വേദനയ്ക്കാണ് പിന്നീട് അത് കാര്യമാവുക, അത് എത്തിച്ചേരുക. ഇപ്പൊ അത് അവസാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, അതിന് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് പിന്നെ വലിയൊരു വേദനയില്, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടത്തില്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നെ അതിലുണ്ടാവുക. ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാണ് ആക്ച്വലി യൂണിവേഴ്സ് ചെയ്തത് ഇപ്പൊ അത് അവസാനിപ്പിക്കുന്നതിലൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു നിമിഷത്തേക്ക് പോലും നിങ്ങൾ യൂണിവേഴ്സിനെ പഴിക്കാതിരിക്കുക. ഓക്കെ, ഈശ്വരന് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കണില്ല എന്നോ, അല്ലെങ്കിൽ എനിക്ക് ഫേവറായിട്ട് ഒന്നും ചെയ്യണില്ല, അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഇത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ചില കാര്യങ്ങള് നമുക്കത് എന്താ പറയാ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നതാ ശരിയാണ് ആ പറഞ്ഞതെന്നുള്ളത്. പക്ഷെ യൂണിവേഴ്സിന് ചില സമയത്ത് നമ്മൾ അത്തരം ഭീകരമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് മുന്നേ നമ്മളെ രക്ഷിക്കും, അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും, അതിൽ നിന്ന് നമ്മളെ മാറ്റും. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാത്തടത്തോളം അത് അങ്ങനെ ആയിരുന്നില്ലെങ്കിലോ, ഒരുപക്ഷെ നല്ലതായിരുന്നാലോ, ഒരുപക്ഷെ തെറ്റ് പറ്റിയതാണെങ്കിലോ, ഇങ്ങനത്തെ കുറെ ചിന്തകൾ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജസ്റ്റ് ഒരു ആൻഷ്യസ് തോട്ട് ആണെന്ന് മനസ്സിലാക്കുക, അതല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ലൈഫിൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും, അന്ന് അവസാനിച്ചു പോയത് നന്നായി, അതിന് ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വരില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു എന്താണോ അവസാനിച്ചു പോയത് അതിനെ വിട്ടുകളയുക, അതിനെ ഉപേക്ഷിക്കുക. അതിന് തിരിച്ചു വരും, അതിലിനി വീണ്ടും ഒരു തുടക്കം അല്ലെങ്കിൽ വീണ്ടും ഒരു തുടർച്ച ഉണ്ടാകും, അങ്ങനത്തെ ഒരു പ്രതീക്ഷയും വേണ്ട. നിങ്ങൾക്ക് അത് നല്ലതല്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആയിരിക്കേണ്ട ഒരു എനർജി ഉണ്ട്, നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്, ആ സാഹചര്യത്തിലുള്ള ഒരു എനർജി ഉണ്ട്. അതിന് വിപരീതമാണ് ഈ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെയോ ഈ ഒരു ബന്ധത്തിന്റെയോ ഊർജം. ഓക്കെ, അത് നിങ്ങൾക്കാണ് പ്രശ്നം. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച്, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകുക, തടസ്സങ്ങൾ സൃഷ്ടിക്കുക ഒക്കെയാണ് ഇത് ചെയ്യുക.
അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള, നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ ആയിത്തീരേണ്ടതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്, ഒരു നിലയുണ്ട്. അതിനും വളരെ വളരെ താഴെയുള്ള ഒരു നിലയിൽ നിങ്ങൾ ആയിത്തീരും. അതിനോട് പൊരുത്തപ്പെട്ട് പോകേണ്ടി വരും. അപ്പൊ അതല്ല യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ ഈ പറഞ്ഞ എനർജിയിൽ നിന്ന് നിങ്ങളെ വിടിവിച്ച് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിനെ റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതിൽ വീണ്ടും ഒരു തുടർച്ചയ്ക്കോ വീണ്ടും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിനോ ഒന്നും കാത്തിരിക്കാതിരിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. അപ്പൊ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങളെ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗ്രൂപ്പ് 2നോട് ഇപ്പൊ പറയാനായിട്ടുള്ളത് യൂണിവേഴ്സിന്? Clarify the Knight of Wands. Clarify the Fool. Clarify the Nine of Wheels. Clarify the Three of Swords. Thank you. Underlying energy 6 of Cups ആണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനാണ് ആദ്യം തന്നെ പറയണത്. നിങ്ങളിപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്? അത് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണ്. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്, ഓക്കെ, സാമ്പത്തികമായിട്ട് ഉന്നതിയും അഭിവൃദ്ധിയും ഒക്കെയുള്ള കുറേ കൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജീവിതം, ഒരു ലൈഫ് സ്റ്റൈൽ, അതിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക തന്നെ വേണം. ഓക്കെ, നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴേ നിങ്ങൾക്ക് അവസരങ്ങൾ വരുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ഒരു മാറ്റം ഉണ്ടാകുന്നതിന്. അപ്പൊ പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നടക്കാതെ പോയ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഓർത്തൊക്കെ ഇരിക്കുന്ന ഒരു ടെൻഡൻസി, അതാണ് ഇപ്പൊ കാണുന്ന ഒരു എനർജി. ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സോൺ. ഓക്കെ, അങ്ങനെ ആ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരിക്കുക, അതിൽ വീണ്ടും ഒരു തുടക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ആരെങ്കിലും നിങ്ങളിലേക്ക് കൊണ്ടുതരും എന്നൊരു പ്രതീക്ഷയിലിരിക്കുക, കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുക. അതാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ. ഓക്കെ, അതിലൊരു മാറ്റം ഉണ്ടാവും, അതിലൊരു പ്രോഗ്രസ് ഉണ്ടാവും, അത് വീണ്ടും വരും. അങ്ങനത്തെ ഒരു ചിന്തയിലാണ്, ഒരു മിഥ്യാധാരണ ഉണ്ട്. അത് മാറണം, അത് മാറിയേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ആയിരിക്കും തോറും അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നല്ലാതെ നിങ്ങളുടെ റിയാലിറ്റിയിൽ കാര്യമായൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണത്? ഇങ്ങനെ തന്നെ ആയിരിക്കാനാണോ പറയണത്? അല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ആൻസൈറ്റി ആണ് ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കാൻ പറയണത്. ഇതിന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റി പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ കഴിഞ്ഞു പോയതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന ആ യാഥാർത്ഥ്യത്തിന് നിങ്ങൾ ഉൾക്കൊള്ളണം. ഓക്കെ, അത് നിങ്ങൾക്ക് സഹിക്കില്ല, അത് നിങ്ങൾക്ക് പറ്റില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ ഈ കഴിഞ്ഞു പോയ, നിങ്ങളുടെ ജീവിതത്തിന് അവസാനിച്ചു പോയ അധ്യായങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും അതിലൊരു പ്രതീക്ഷ വെച്ചിരിക്കുക. പക്ഷെ അതൊരു കാര്യമില്ലാത്ത പ്രതീക്ഷയാണ്, അത് നടക്കാൻ പോകുന്നില്ല. അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുക, ഫ്രസ്ട്രേഷൻ ഉണ്ടാകുക, കൂടുതൽ വേദനിക്കുക എന്നല്ലാതെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി ഉണ്ടാവില്ല. അങ്ങനെ പോയ നിരാശയാവും പിന്നെ. അപ്പൊ അത് വരാതിരിക്കാനാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. മുന്നോട്ട് പോവാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഈ കഴിഞ്ഞു പോയ കാലങ്ങളിൽ നിന്ന്, ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങളൊരു ലക്ഷ്യം ഇപ്പൊ മനസ്സിൽ വെക്കുക. ആ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് ആ ലക്ഷ്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അതിനായി യൂസ് ചെയ്യാം. അതിന് മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം അതിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഈ ഹീലിങ്ങും ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ, ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോഴല്ലേ പറയണം, കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ കഴിഞ്ഞു പോയ കാലത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുകയാണ്.
ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ, നല്ല നല്ല സമയങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ നേരം വൈകിക്കുക ചെയ്യണത്. അപ്പോ കഴിഞ്ഞു പോയൊരു കാര്യത്തിൽ, ഇനി ഒരിക്കലും ഒരു തുടക്കമില്ലാത്ത ഒരു കാര്യത്തിൽ, നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കഴിഞ്ഞു പോയതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതില് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിരുന്ന് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ തടഞ്ഞു വെക്കണം. വേണ്ടല്ലോ. നമുക്ക് യൂണിവേഴ്സ് ഒരുപാട് നല്ല കാര്യങ്ങൾ തരാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അത് തന്നെയാണ് നിങ്ങളും ഇവിടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സന്തോഷം പുറമെ എവിടെയെങ്കിലും നിന്ന് കണ്ടെത്തില്ല, അത് ഉള്ളിൽ നിന്ന് ഉണ്ടാവണം. സന്തോഷവും സംതൃപ്തിയും ഉള്ളിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് പുറമെ അത് റിഫ്ലക്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിയാലിറ്റിയിൽ അത് റിഫ്ലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഉള്ളിൽ നിന്ന് സന്തോഷമില്ല, ഉള്ളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സന്തോഷമില്ല, സംതൃപ്തി ഇല്ല, നിങ്ങൾക്ക് ഒരു സ്വയം സംതൃപ്തിയും സന്തോഷവും ഇല്ലെങ്കിൽ, അത് കണ്ടെത്താനായില്ലെങ്കിൽ, ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക നിങ്ങൾ. ഇപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ കഴിഞ്ഞു പോയ കാലത്തില് അതിനെ കുറിച്ച് ഓർത്ത് ആ ഒരു കംഫർട്ട് സോണിലായിരിക്കുന്നതല്ല. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. താങ്ക് യു.